ഞാൻ പോ എന്തൊരു അവിടെ കാട്ടുന്നത് കിട്ടിയാ അല്ല ചേമ്പൊക്കെ ഉണ്ടല്ലോ ഒക്കെ പറിച്ചൂടെ എനിക്ക് കുഞ്ഞാപ്പോ ആകെ തിന്ന ഉണക്കിയാ മതി ഉണക്കിട്ടേ നീരൊക്കെ വലിയ തിന്ന വെയിലത്ത് ഉണക്കണോ അല്ലോ കുഞ്ഞാപ്പോ അങ്ങനെ ചെയ്യാം നല്ല നല്ല കട ഉണ്ടാവും അങ്ങനെ ചെയ്യാം എനിക്ക് ചെയ്തൂടെ അതിന്റെ മറ്റേ പൂവൊക്കെ ഉണ്ടല്ലോ അപ്പൊ എടുത്താ തിന്ന അതാണ് ചേമ്പിന്റെ അതൊക്കെ പിന്നെ എന്താ തേങ്ങ ഒന്നും കിട്ടിയില്ലേ തേങ്ങ ഒന്നും നേരത്തെ രാവിലെ നോക്കി കണ്ടില്ല ഉച്ചക്ക് നോക്കി കണ്ടില്ല ഇപ്പോൾ നോക്കി കണ്ടില്ല അല്ല ഇന്നലെ എന്റെ കാരൊക്കെ വന്നിരുന്നു അല്ല ഒന്നും പറയണ്ട എളാപ്പ ഗൾഫീന്ന് വന്നതേ എന്നിട്ട് അല്ലാ മോനെ എളാപ്പ ഗൾഫീന്ന് വന്നിട്ട് ഇമ്മ അറിഞ്ഞു കുഞ്ഞാപ്പോ ഇന്നല്ലെങ്കിൽ നാളെ എളാപ്പ വരൂട്ടാ എന്തെങ്കിലും കൊണ്ടുവന്നക്കണ്ടേ അങ്ങനെ ഇമ്മ ഒരിക്കൽ ബേക്കറി കൊണ്ടു മിച്ചാറൊക്കെ കൊണ്ട് ഞാൻ തിന്നു അപ്പൊ ഉമ്മ അറിഞ്ഞ് മിച്ചറിനൊന്നും കൊണ്ടുവരണ്ട എളാപ്പ വരുമ്പോ നമുക്ക് അടുത്ത കടല്ലേ അവിടെ പോയിട്ട് നമുക്ക് മേടിച്ചോണ്ടിരാ തിന്ന് അല്ലേ അപ്പൊ ഉമ്മ സമ്മതിച്ചില്ല എന്നിട്ട് പറയാ എന്നോട് പറയാനേ കണ്ടുണ്ട് നീമ വിളിച്ചറിയുന്നു എളാപ്പ ഇന്ന് രാവിലെ കണ്ട് പുറപ്പെട്ടിട്ടുണ്ട് കാക്കാടൊക്കെ പോയിട്ട് ഇങ്ങോട്ട് എത്തും അപ്പൊ ഇങ്ങോട്ടും വരൂട്ടാ ഇങ്ങോട്ട് വരും എന്നിട്ട് ഉമ്മാണ്ട് അറിയാം ഒന്നും താത്ത ഒന്നും കൊടുന്നു വെക്കൊന്നും വേണ്ട ഞാൻ നിങ്ങളവിടെ ഇല്ലെങ്കിൽ അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണ് പക്ഷെ നിങ്ങളൊന്നും കൊടുന്നക്കണ്ട അതിന്റെ അർത്ഥം കൊടുന്ന് വെക്കാനാണ് അതെനിക്കറിയില്ല അപ്പൊ ഉമ്മ എന്തായി അപ്പൊ ഗൾഫീന്നൊക്കെ വരല്ലേ അതിന് ഉമ്മ കുറച്ച് പത്തിയിലേക്കാണ് ചുട്ട് ഇറച്ചി മേടിച്ച് അപ്പൊ ഉമ്മ എന്തായാലും എളാപ്പ് വരില്ലേ അപ്പൊ ഉമ്മ അറിയാണ്ട് 4 പൊറാട്ടി കൂടി മേടിച്ചോന്ന് അറിഞ്ഞു ശരി എന്നിട്ട് 5-6 പൊറാട്ടി മേടിച്ചു വന്നു ഉമ്മാനെ പോയി മേടിച്ചാൽ ഞാൻ പോയില്ല തിന്നാൻ കിട്ടുമോ അല്ല ഞാൻ ആ കടയിൽ പോയിട്ട് കടയിൽ നാളെ നിന്നിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നതല്ലേ ചിലപ്പോ ഞാൻ കടക്കാരൻ പിടിച്ചിരുത്തിയാലോ ഞാൻ പിന്നെ അവിടെ നിൽക്കണ്ടേ എന്നിട്ട് അങ്ങനെ മോനെ ഞങ്ങള് കാത്തുനിന്ന് എലാപ്പണ്ട് കോള് ഒരുപാട് കൊടുത്തിണ്ടാവുമല്ലോ എലാപ്പന്റെ കജിലൊന്നും ഇല്ല കോളും ഉണ്ടായിരുന്നു പിന്നെ എലാപ്പ വന്നിട്ട് പറഞ്ഞു പഠിച്ചോനെ ഞാൻ മറന്നടാ പറ്റ മറന്നു ഞാന് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിട്ടില്ല അപ്പൊ ഇങ്ങോട്ട് വന്നതാണ് കുഞ്ഞാപ്പോ ഇനി പേടിക്കണ്ട ഞാൻ കുഞ്ഞാപ്പോ ഇജ്ജി അല്ലെങ്കിൽ അത് വരുമോ എന്നിട്ട് അപ്പൊ ഞാൻ വരണ്ടേന്ന് പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞു എന്നിട്ട് മോനെ കൊറേ വർത്താനം പറഞ്ഞു എളാപ്പ കുഴപ്പം നിന്നപ്പോ സുഖം തന്നെയാണ് പറഞ്ഞു അങ്ങനെ ഇമ്മായിട്ട് വർത്താനം നേരത്ത് പോവാൻ നേരത്ത് എളാപ്പുണ്ട് കച്ചി ഇങ്ങനെ കൊണ്ടുവന്നു അപ്പൊ ഉമ്മ ഇങ്ങനെ നോക്കി ആ 500-1000 ഉണ്ടാവുകാരോ അപ്പൊ ഉമ്മ കജ്ജി കൊണ്ടിട്ട് താത്ത അങ്ങ് ദ്വാരക്കിട്ടാ താത്ത അങ്ങ് ദ്വാരക്കിന്ന് ആ ദ്വാരക്കൽ തന്നെ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും തന്നില്ല അപ്പൊ കിട്ടുചിരി ഇരുന്നുണ്ടാവും എന്നോട് പറഞ്ഞു ഉമ്മ അറിയാം ഇത് ആദ്യം പറയണെങ്കിൽ ചായക്കാടി ഒന്നും കൊടുക്കണ്ടായി തിന്നും ചെയ്തില്ലേ ആദ്യം ചായക്കാടിയൊക്കെ ഷടാപ്പ തിന്നും ചെയ്ത് പിന്നെ ദ്വാരക്കാനും പറയും അനക്കും കിട്ടിണ്ടാവൂല അല്ലേ അപ്പൊ ഉമ്മ അറിയാ ഈ ചായ കുടിച്ചാലല്ലേ നമ്മക്ക് വേണ്ടി തുറക്കേണ്ടത് ഒരു ഞങ്ങളോടാണ്ട് തുറക്കാന്ന് അപ്പൊ ആയിക്കോട്ടെ അതിനെന്താ അപ്പം ഇന്നമ്മ വിചാരിച്ചു നിങ്ങള് താത്താണ്ട് വരിട്ടാ എന്നാ താത്താണ്ട് വരിയെന്ന് പറയും വിചാരിച്ചു അപ്പഴും പറഞ്ഞു കുഞ്ഞാപ്പാണ്ട് വരി മുട്ടായി എടുത്ത് വെച്ചു ഞാൻ മുട്ടായി എടുത്ത് വെച്ചിട്ട് വരികയെന്ന അങ്ങനെ ഓനാണ്ട് പോയി ഒന്നും വന്നത് വെറുതായി അത് മാത്രല്ല ഈ 4 മുട്ടായി കേൾക്കാന് ബസ്സിന് എത്ര രൂപ അറിയോ അത് ശരിയാണ് ബസ് കയറി പോവണ്ടേ അല്ലെങ്കിൽ ഈ അലാപ്പ വന്നപ്പോ കജ്ജി വെച്ചാ പറഞ്ഞ മുട്ടായി അപ്പൊ ഉമ്മ അറിഞ്ഞു അവിടെ ഇരിക്കും പിന്നെ ഇവിടുന്ന് എങ്ങനെ എന്തെങ്കിലും തിന്നാൻ വേണ്ടി വന്നാവും അല്ല തടി അല്ല ഇവിടെ പൊറാട്ട വെച്ചിട്ട് പൊറാട്ട ചിലപ്പം വിളിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടാവും ശരി എളാപ്പ വരും എന്നുള്ളത് ആരെ വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട്
എളിമ വിളിച്ചാൽ അപ്പൊ എലിമാനോട് പറഞ്ഞ പൊറാട്ട കൊണ്ടിട്ടുണ്ട് അതങ്ങളങ്ങനെ എങ്ങനെ പറയാ ഇല്ലല്ലേ ഗൾഫിന്ന് വരുമ്പോ നമ്മള് ഇമ്മക്ക് അറിയുന്നല്ലേ നൊളത്തം മുടിച്ചിരിക്കുന്നത് കജ്ജി ഇങ്ങനെ കൊടുന്നപ്പോ ഉമ്മ വിചാരിച്ചു ഇപ്പൊ കജ്ജിയില് കായ് ഇങ്ങനെ കൊണ്ടുവരികയെന്ന് ഇന്നലെ ഒറ്റ പറഞ്ഞിട്ട് ദോരക്കിട്ടാ താത്താ ദോരക്കിട്ടാ അത് കേട്ടപ്പോ ഉമ്മാക്ക് അല്ലെങ്കിൽ തന്നെ ഉമ്മ കളിയാക്കി ഇറച്ചി കട പൊറാട്ട കടം അത് ശരി അത് പോട്ടെ എളാപ്പല്ല ഞാൻ നോക്കണ്ട പിന്നെ ഇപ്പൊ ഒരു തേങ്ങ എടുക്കണം ഞാൻ പോവാണ്